ഈ കാണുന്ന മൺ ടവറിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയാണ് ഈ മിസ്ഫാത്ത് പറയുന്ന സ്ഥലം കേട്ടോ. അതായത് അൽഹംറയിൽ നിന്ന് ഏകദേശം 7.5 കിലോമീറ്ററാണ്. അൽഹംറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 7.5 കിലോമീറ്റർ അകലെയാണ് ഈ മിസ്ഫാത്ത് എന്ന് പറയുന്ന സ്ഥലം. അത് വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. ഈ മൺ ടവറിൻ്റെ പ്രധാന നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കല്ലുകൾ, അങ്ങനെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടുതലും ഒരു 90% ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണ്, ചളി, വേവാത്ത ഇഷ്ടിക, വൈക്കോല്, മരക്കഷ്ണം അങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് 90% നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് നിർമ്മിച്ചിരിക്കുന്ന ടവറുകൾ കൂടുതലും സ്ഥിതി ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഒരു കോട്ടയ്ക്ക് സമീപമോ അല്ലെങ്കിൽ ഉയർന്ന പ്രദേശത്തോ ആയിരിക്കും നിർമ്മിച്ചിരിക്കുക. കാരണം ഇതിൽ നിന്ന് നമുക്ക് ശത്രുക്കളെ പെട്ടെന്ന് നിരീക്ഷിക്കാനും നിയന്ത്രണം ഏർപ്പെടുത്താനും ഇങ്ങനെയുള്ള മൺ ടവറുകൾക്ക് കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെയുള്ള ടവറുകൾ ഒമാനിൽ സന്ദർശിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അതായത് കുന്നിൻ ചെരുവിൽ, മലകളുടെ മുകളിൽ, അടിവാരങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ഇതുപോലുള്ള വാച്ച് ടവറുകൾ നമുക്ക് കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾ തന്നെ പഴക്കമുള്ള ഒരുപാട് കോട്ടകളും ഇതുപോലെയുള്ള വാച്ച് ടവറുകളും നമുക്ക് ഈ ഒമാനിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഇങ്ങനെയുള്ള ഗോപുരങ്ങൾ പലതും പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കോട്ടകളും. വാച്ച് ടവറും ഇങ്ങനെയുള്ള ഒരുപാട് ഒമാനിലുള്ള കാരണം ഇതെല്ലാം സന്ദർശിക്കാനുള്ള വിദേശികളുടെ എണ്ണവും കൂടുതലാണ്. ഈ കാണുന്നതൊക്കെ ശത്രുക്കളിനെ എയിം ചെയ്ത് വകവരുത്താനും അങ്ങനെ ഉപയോഗിക്കുന്ന വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇതിനകത്തോട്ട് നമുക്കിപ്പോൾ കയറാൻ കഴിയില്ല, കാരണം അത് സുരക്ഷയുടെ ഭാഗമായിട്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നതിന് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാവുന്നതാണ്. ഇതിന് ഏകദേശം ഹൈറ്റ് ഒരു 30 അടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഴയ കാലങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് സുരക്ഷ നേടാനും ശത്രുക്കളെ ആക്രമിക്കാനുമാണ് ഇങ്ങനെയുള്ള വാച്ച് ടവറുകൾ കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാച്ച് ടവറിനോട് ചേർന്ന് തന്നെയാണ് അൽഹംറ പഴയ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഒമാനിൽ തന്നെ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് പഴയ പട്ടണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ. അതിലേറ്റവും കൂടുതൽ വീടുകളുള്ളതും പഴക്കം ചെന്ന പട്ടണങ്ങളിൽ ഒന്നാണ് ഈ അൽഹംറ എന്ന് പറയുന്ന പട്ടണം. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഈ അൽഹംറ പട്ടണം. ഒരു മലയുടെ ചരിവിലാണ്, അല്ലെങ്കിൽ ഒരു പാറക്കെട്ടിൻ്റെ ചരിവിലാണ് ഈ അൽഹംറ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മൺ ടവറുകളെല്ലാം ഈ കാലാവസ്ഥൻ്റെ വ്യതിയാനങ്ങൾ, മണ്ണൊലിപ്പ് എന്നിങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നിരവധി ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗോപുരങ്ങളും കോട്ടകളും ഈ വാച്ച് ടവറുകളും അങ്ങനെയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കുറേയെല്ലാം അവർ പുനർനിർമ്മിക്കുന്നുണ്ട് മോഡേൺ രീതിയിലും, എന്നാൽ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുനർനിർമ്മിക്കുന്നത്. ഇതിനോട്ടൊന്നും ഇപ്പോൾ അകത്തോട്ട് വർക്ക് നടക്കുന്ന കാരണം ഇതുവഴി എൻട്രൻസ്, ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതുവഴി ഇപ്പോൾ എൻട്രൻസ് അവർ താൽക്കാലികമായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒമാനിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കനത്ത മഴയൊക്കെ നമുക്ക് കിട്ടുന്ന കാരണം അതിൽ ആ മഴയുടെ ആഘാതത്തിലെ മണ്ണെല്ലാം ഒലിച്ചു പോയിട്ടാണ് കൂടുതലും ഇങ്ങനെയുള്ള നിർമ്മിതികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അതായത് അൽഹംറയിൽ നിന്ന് തന്നെ ഏകദേശം അൽഹംറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 7.5 കിലോമീറ്റർ അകലെയാണ് ഈ വ്യൂ പോയിൻ്റ്. ഈ വാച്ച് ടവറിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് വൈകുന്നേര സമയത്ത് എക്സസൈസ്, വാക്കിംഗ് അങ്ങനെ ചെയ്യാനുള്ള സൗകര്യവും, കുട്ടികൾക്ക് ഇതിനകത്തോട്ട് കയറുന്നതിന് ഫീസ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് കളിക്കാവുന്നതാണ്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കിയിട്ട് ഇവിടുത്തെ നാട്ടുകാർക്കും അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് അങ്ങനെ ഒരുക്കിയിട്ടുള്ള ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് കേട്ടോ.
അതിനോട് ചേർന്ന് തന്നെ നിരവധി ചരിത്രത്തിൽ തന്നെ പരാമർശിക്കപ്പെടുന്ന നിരവധി കെട്ടിടങ്ങളും നിർമ്മിതികളും നമുക്ക് കാണാൻ കഴിയും. ഒമാൻ ശരിക്കും കടലിനടിയിൽപ്പെട്ട ഒരു സ്ഥലം ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കിവിടുത്തെ ഭൂപ്രകൃതി കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്കും അങ്ങനത്തെ ഒരു ചിന്താഗതി നമുക്കും തോന്നാം കേട്ടോ. വൈകുന്നേര സമയത്ത്, ഈവനിങ് സമയത്ത് ഇവിടെ വരുന്നതാണ് നമുക്ക് കൂടുതൽ ഭംഗി ആസ്വദിക്കാൻ കഴിയുക. കാരണം ലൈറ്റ് എല്ലാം വരുന്ന സമയത്ത് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റാണ് കാണാൻ കഴിയുക. ഈ ഒരു സ്ഥലം ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുക്കിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്താനും മറക്കരുത്.